ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് വീഡിയോ സീരീസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ആ ലിങ്ക് കൊടുക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ പെർസെൻറ്റേജിന്റെ ഒക്കെ ബേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ട് മെത്തേഡാണ്. അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം എന്ത് ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലേ, എങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആവുക എന്നുള്ളത്. സോ ലെറ്റ്സ് സേ നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം ഫ്ലെയർ ചെയ്യാം. നമുക്കൊരു പേരെടുക്കാം, രാഹുൽ. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ബോർഡിൽ എഴുതുന്നുള്ളൂ കേട്ടോ. സോ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി, രാഹുൽ എന്ത് ചെയ്യാണ്, രാഹുൽ ഒരു വാച്ച് വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാഹുൽ ഒരു വാച്ചാട്ടോ വാങ്ങാൻ പോണത്. ഒരു വാച്ച് വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് പോയിട്ട് രാഹുലിന് ഒരു വാച്ച് ഇഷ്ടപ്പെട്ടിട്ട് രാഹുൽ ഇതിന്റെ വില എത്രയാണ് എന്ന് കടക്കാരനോട് ചോദിച്ചു. ഒരു വാച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സെലക്ട് ചെയ്തൊരു വാച്ചിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, നമുക്കിപ്പോൾ എല്ലാ പ്രൊഡക്ട്സും ഓഫറിന്റെ ഭാഗമായിട്ടൊരു 16% ഓഫർ ആണ്, 16 കൊടുക്കണം, ഒരു 13% ഓഫർ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ കടയിൽ നിന്ന് ഏതെടുത്താലും നിങ്ങൾക്ക് 13% ഓഫ് കിട്ടും എന്ന് പറഞ്ഞു. 13% ഓഫർ ഉണ്ട്. ബി അല്ല കേട്ടോ, 13 ആണ്. ക്രേസ് ചെയ്യണോ? റെഡിക്ക് ചെയ്താലോ ഒരു മിനിറ്റ്. അതായത് 13% നിങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് 13% ഡിസ്കൗണ്ട് തരും എന്ന് പറയും. ആൻഡ് ഈ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നിങ്ങൾ 7743 രൂപ, ഇത്രയും രൂപ നിങ്ങൾ തരണം. അതായത് രാവിലെ ഒരു കടയിലേക്ക് പോയിട്ട് വാച്ച് ഇഷ്ടപ്പെട്ടിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു 13% ഓഫർ നമുക്കുണ്ട്. സോ നിങ്ങൾ ഏത് വാച്ച് എടുത്താലും 13% ഓഫർ നമ്മൾ തരും. അങ്ങനെ രാഹുൽ എടുത്ത വാച്ചിന്റെ വില 7743 രൂപയും. പക്ഷെ രാഹുലിന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇത്രയും റേറ്റ് നമുക്ക് നടക്കില്ല, നമുക്ക് എന്നാ വേണ്ട പിന്നെ വാങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ എന്ത് ചെയ്തു, കസ്റ്റമർ ലോസ് ആവണല്ലോ എന്ന് ചോദിച്ചിട്ട് കടക്കാരൻ പറഞ്ഞു, ശരി നമ്മളൊരു കാര്യം ചെയ്യും, ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ള ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 13% അല്ല നിങ്ങൾക്ക് ഒരു 21% ഓഫർ നമ്മളോട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുലും പറഞ്ഞു 13% എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്ക് 21% ഓഫർ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 21% ഓഫറിൽ വാച്ച് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഇനി എത്ര രൂപയാണ് ആക്ച്വലി കൊടുക്കേണ്ടത്? അതായത് കടക്കാരന് രാഹുൽ എത്ര രൂപയാണ് ഈ വാച്ചിന് കൊടുക്കേണ്ടത്? പ്രൈസ് ഓഫ് ദ വാച്ച് ആഫ്റ്റർ എത്ര, 21% ഡിസ്കൗണ്ട് എത്രയെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് നമ്മുടെ ചോദ്യം വരിക. അതായത് നമ്മൾ കാണേണ്ടത് ഈ ഒരു എമൗണ്ടാണ്. അതെങ്ങനെ നമ്മൾ കാണാം? ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് ആക്ച്വൽ വാച്ചിന്റെ വില എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അതായത് വാച്ചിന്റെ വില 13% ഓഫറിന് ശേഷമുള്ള വിലയാണ് ഈ 7743 രൂപ. പല മെത്തേഡ്സ് നമ്മൾ കാണാം. എൻ്റെ അറിവിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞത്. അതായത് വാച്ചിന്റെ ഒറിജിനൽ പ്രൈസ് നമുക്ക് അറിയില്ല. ഒറിജിനൽ പ്രൈസ് ആണല്ലോ 100% എന്ന് പറയുന്നത്. 100% നമുക്ക് അറിയില്ല. ബട്ട് ഈ 100 അതായത് ഈ 100 13 കുറച്ചിട്ടുള്ള വില നമുക്ക് അറിയാം അല്ലേ. 100 13 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും? 100 13 കുറയ്ക്കുമ്പോൾ 87 വരും അല്ലേ. സോ 87% എന്ന് പറയുന്നത് എത്രയാണ്? താഴത്തേക്ക് എഴുതാം. സോ ഈ 87% എന്ന് പറയുന്നതാണ് എത്ര? 7743 രൂപ എന്ന് പറയുന്നത് അല്ലേ. ഒറിജിനൽ പ്രൈസ് നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തപ്പോൾ ഒറിജിനൽ പ്രൈസ് 100% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ 13% കുറച്ച് കഴിഞ്ഞാൽ എത്ര? 87%. ഒറിജിനൽ പ്രൈസ് തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 100% ആണല്ലോ ഒറിജിനൽ പ്രൈസ് വരിക. അതിൻ്റെ 13% ആവും. അതായത് 13% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 എന്ന് 13 കുറച്ച് 87% എന്ന് പറയുന്നത് എത്ര? 7743 നമുക്കറിയാം. ഇനി നമുക്ക് കാണേണ്ട എന്താ? അങ്ങനെയെങ്കിൽ ഒറിജിനൽ പ്രൈസിന്റെ 21% ഓഫർ കഴിഞ്ഞാൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? 100 21 കുറയ്ക്കാം. 100 21 കുറയ്ക്കുമ്പോൾ 20 പോയാൽ 80. സോ 80 അല്ലേ. 79% എത്രയേതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയില്ല, അവിടെ എക്സ് കൊടുത്തു. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 87 ഇൻറ്റു എക്സ്. സോ 87 എക്സ് ഈസ് ഈക്വൽ ടു 7743 ഇൻറ്റു 79. ഇത് സോൾവ് ചെയ്താൽ എന്തായി? നിങ്ങളുടെ ആൻസർ ആയി, അത്രേ ഉള്ളൂ. അതായത് 7743 ഇൻറ്റു 79 എന്ന് പറയുമ്പോൾ എത്ര വരും? 6119.
ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാൽക്കുലേഷൻ ഞാൻ അങ്ങനെ എങ്ങനെയാണ് മെത്തേഡ് എന്ന് കാണിക്കാൻ. ഡിവൈഡഡ് ബൈ ഈ എക്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി, എക്സ് ഇവിടെ നിൽക്കും, 87 അപ്പുറത്തേക്ക് പോകും. സോ 87 ഇതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് എന്ത് വരും, 87 എക്സ് ഈസ് ഈക്വൽ ടു 61197 എന്നുള്ളത് കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 61197 ഡിവൈഡഡ് ബൈ 87 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 7031 രൂപ. അതായത് നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്, 7031 രൂപയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട്. സോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉള്ള പോർഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം, നമ്മളത് ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എത്ര വരുന്നത്, 7031 രൂപ. അതായത് രാഹുൽ ആ ഒരു വാച്ചിന് കൊടുക്കേണ്ട പ്രൈസ് എന്ന് പറയുന്നതാണ് 7031 രൂപ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് വേറെ ഇല്ല. സോ നല്ലൊരു ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സിമ്പിളായിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, എന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ തുടർന്നും ഇത്തരം വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പുതിയൊരു വീഡിയോയിൽ കാണാം.